ഇതിനിടയിലാണ് കാലകന്യക എന്നൊരുത്തി, കാലൻ്റെ പുത്രിയാണ്. അവളാണെങ്കിൽ ഒരു വരണമാലിലേക്ക് പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇന്നേ വരെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വയസ്സ് കുറേ ആയിട്ടുണ്ട്. എന്ത് കല്യാണം കഴിയാത്തത്? അതോ ചില ജാതക ദോഷം അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ചിലത് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ആരാണോ ഇവളെ കല്യാണം കഴിക്കണത്, കഴിച്ച ആൾ കല്യാണം കഴിഞ്ഞ് ഉടനെ തട്ടിപ്പോവും. ആരെങ്കിലും കഴിക്കാൻ തയ്യാറാവുമോ? എന്ത് ജാതകം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവർ വേറെ പലതും നോക്കുക, ധനം ധാരാളം ഉണ്ടോ കയ്യിൽ എന്നൊക്കെ അവർ നോക്കുക. ഇതൊന്നുമില്ല അവളൊക്കെ. ഇനി ആരെങ്കിലും തന്നോട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ദിവസം ഒന്നും നിശ്ചയിച്ച് അങ്ങനെ വേണ്ട, അപ്പം തന്നെ കല്യാണം കഴിക്കാം. അതനുസരിച്ചാണ് മാല പിടിച്ച് നടക്കുന്നത്. ഭയൻ എന്നൊരുത്തൻ്റെ അടുത്തേക്ക് എത്തി. അയാളുടെ പേരെന്നെ ഭയൻ എന്നാണ്. എനിക്ക് അങ്ങേ ഇഷ്ടമായി, എനിക്ക് നിന്നെ ഇഷ്ടമായില്ല എന്നൊക്കെ പറയണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ തന്നെ പേടിച്ചു. ഞാൻ നിന്നെ അങ്ങനെ കല്യാണം കഴിക്കും, നീ എൻ്റെ സഹോദരിയല്ലേ എന്നൊക്കെ പറഞ്ഞ അയാൾ ഒഴിവായി. അങ്ങ് എൻ്റെ സഹോദരനാണെങ്കിൽ എൻ്റെ വിവാഹം നടത്തിത്തരൂ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇയാളാകെ കുടുങ്ങി ഭയൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൾ നായാട്ട് ചവിട്ട് നടന്നുകൊണ്ടിരിക്കുക, പുരഞ്ജന ചക്രവർത്തി. ഈ പുരഞ്ജൻ എൻ്റെ തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കാൻ അവളെയും തീരുമാനിച്ചു. അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടൊരാൾ വന്നിട്ടുണ്ട്, രാജാവാണ്. എന്നെയോ? മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, നിന്നെ. ഇന്ന ദിവസം അവിടെ ചെന്നോളൂ, ഇന്ന സമയത്ത് പൊക്കോളൂ, പിന്നിൽ കൂടി പോയി മാലട്ടോളൂ. മുന്നിലേക്ക് വന്നിട്ട് മാലയിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ആൾ എനിട്ടോടും നിന്നെ കണ്ടാൽ. അതുകൊണ്ട് പിന്നിൽ കൂടി പോയി മാലട്ടോളൂ. എന്താ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ്? വിവാഹത്തിന് പല നാട്ടിൽ പല രീതിയിലുള്ള ചടങ്ങ്, ഇവിടെ അങ്ങനെയാണ് എന്ന് വിചാരിച്ചോളൂ. ഇവളാണെങ്കിൽ ആ പുരഞ്ജനൻ വന്ന് നായാട്ട് കഴിഞ്ഞ് വന്ന് ചവിട്ടും കഴിഞ്ഞ് അവിടെ പുറത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നിൽ കൂടി വന്ന് അങ്ങോട്ട് മാലട്ടു എന്ന് പറയാണ്. എന്നിട്ട് മുമ്പിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇയാളാകെ അങ്ങോട്ട് ഇവളെ കണ്ടങ്ങോട്ട് പേടിച്ചു, കരയാൻ തുടങ്ങി. ഈ സമയത്താണ് പുരഞ്ജനി വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഇവർ വിവാഹം കഴിഞ്ഞ് നിൽക്കുക അത്രേ. അപ്പോൾ ഇതാണ് അങ്ങ് നായാട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതല്ലേ. അങ്ങയുടെ യാത്ര, ഇങ്ങനെയുള്ള യാത്ര കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവുന്നു എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന പുരഞ്ജനി വാതിൽ കൊട്ടിയടച്ചു. ഈ കാലകന്യക ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ താമസാക്കി. ഈ കാലകന്യകയ്ക്ക് ചില കൂട്ടുകാരുണ്ട്, പ്രജ്വാരൻ മുതലായിട്ടുള്ള കുറേ കൂട്ടുകാർ. അവരോട് പറഞ്ഞു, നിങ്ങളിനി അവിടെ ഇവിടെ ഒന്നും ജീവിക്കണ്ട, എൻ്റെ കൊട്ടാരത്തിലേക്ക് പോരൂ, ഞാൻ ഇപ്പോൾ രാജ്ഞിയാണ്, ഇവിടെ കൂടാം. അവർ വന്നും ഈ കൊട്ടാരത്തിൽ താമസാക്കി. അവരെങ്ങനെ ഇറക്കി വിടണം എന്നൊക്കെ ഇയാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവരിറങ്ങിപ്പോണില്ല. ഈ സമയത്ത് 5 തലയുള്ള പാമ്പിൻ്റെ ശക്തി ക്ഷയിച്ചു. അത് എഴഞ്ഞ് അതെങ്ങോട്ടോ പോവുകയും ചെയ്തു. ഈ സമയത്താണ് ചണ്ഡവേഗൻ എന്നുള്ളൊരു ഗന്ധർവൻ ഈ കൊട്ടാരത്തെ ആക്രമിച്ചു എന്നും 365 ആൺസൈന്യത്തെ കൊണ്ടും പെൺസൈന്യത്തെ കൊണ്ടൊക്കെയാണ് ഈ കൊട്ടാരത്തെ ആക്രമിച്ചത്. ഈ സർപ്പമാണ് ആ ചണ്ഡവേഗിൽ നിന്നും ഈ കൊട്ടാരത്തെയൊക്കെ സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ സർപ്പമില്ലാണ്ടേ ആ ചണ്ഡവേഗൻ്റെ ആക്രമണത്തിൽപ്പെട്ട് ആ കൊട്ടാരം നശിച്ചു. ക്രമേണ ഈ പുരഞ്ജനി എന്ന് പറഞ്ഞുകൊണ്ട് ആരും മരിച്ചു? ആ പുരഞ്ജനനും ശരീരത്തെ ഉപേക്ഷിച്ചു. മരണസമയത്ത് നമ്മുടെ ചിന്ത എന്താണോ അതനുസരിച്ചാണ് അടുത്ത ജന്മം. ഇല്ലുണ്ടെങ്കിൽ പുരഞ്ജനിയെ ചിന്തിച്ച് മരിച്ചതുകൊണ്ട് എന്തായി, അടുത്ത ജന്മത്തിൽ ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചു. വിദർഭ രാജ്യത്ത് രാജാവിൻ്റെ പുത്രിയായിട്ട് ജനിച്ചു. വൈദർഭി എന്ന അവൾക്ക് പേര്. ഒരു മലയധ്വജൻ എന്നൊരു ബ്രാഹ്മണനെ വിവാഹം കഴിച്ചു അവൾ. അതിൽ അനവധി കുട്ടികളൊക്കെ ഉണ്ടായി. അസിതേക്ഷണ തുടങ്ങിയിട്ടുള്ള പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തിന് വൈദർഭിക്കുണ്ടായി. ഒരിക്കൽ കാട്ടിൽ വെച്ച് മലയധ്വജൻ ശരീരത്തെ ഉപേക്ഷിച്ചു. ആ മലയധ്വജൻ്റെ ഭർത്താവിൻ്റെ ശവശരീരത്തിനടുത്തിരുന്നു കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ ആ വൈദർഭി അവിടേക്കൊരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു എന്നു. എന്തിനാ നീ കരയണത്? നീ ആരാണ് ചിന്തിച്ചു നോക്കൂ. ഒരു പിടുത്തം കിട്ടണില്ല. ആരാണ് നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാത്വം കസ്യാസി കോവായം ശയാനോ യസ്യ ശോ. എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ക്രമേണ പറഞ്ഞു കൊടുത്തു എന്നാണ്. നീ
പുരഞ്ജന ചക്രവർത്തിയാണ്. എൻ്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് നിനക്ക് അധപ്പതിക്കേണ്ടി വന്നത്. അപ്പം ഞാൻ ആരാന്നല്ലേ? ഞാൻ പുരഞ്ജനിയായിരുന്നു. പിന്നീട് അവർ തമ്മിൽ ഒന്നായി എന്നും 2 ഹംസങ്ങളായിട്ട് അവർ മാറി. ആ ഹംസങ്ങൾ ഇങ്ങനെ പറന്ന് മാനസ സരോവരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആ കഥയോട് സമർപ്പിച്ചു നാരദ മഹർഷി. അപ്പോൾ പറഞ്ഞു, ഇത് വെറും കഥയാവില്ല, ഇതിലെന്തെങ്കിലും താല്പര്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് പറഞ്ഞു തരണം. ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ അതനുസരിച്ച് പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ താല്പര്യത്തെ വർണ്ണിച്ചു കൊടുത്തു.